അങ്ങനെ സംസ്ഥാനത്ത് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ. തുള്ളിക്കൊരു കണക്കെയാണ് മഴ പെയ്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ നമുക്ക് കാര്യമായിട്ടുള്ള മഴ കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കുറവാണോ മഴ ലഭിച്ചത്? അപ്പോൾ ഈ മഴ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ജൂൺ 1 മുതൽ ജൂലൈ 18 വരെ എത്രത്തോളം മഴ കിട്ടി എന്നുള്ള കണക്കാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കേരളത്തിലെ മഴ കണക്കാണ്. ഇത്തവണ ലഭിച്ച മഴ എന്ന് പറയുന്നത് 922.6 മില്ലിമീറ്റർ ആണ്. പക്ഷേ കഴിഞ്ഞ തവണ ലഭിച്ച മഴ എന്ന് പറയുന്നത് 1043.7 മില്ലിമീറ്റർ ആണ്. അതായത് 12% ഇത്തവണ കേരളത്തിൽ ഇതുവരെയുള്ള മഴക്കണക്കിൽ കുറഞ്ഞിരിക്കുന്നത്. 12% കുറവ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ചിലയിടങ്ങളിലെ മഴക്കണക്കുകൾ കൂടി നോക്കുകയാണെങ്കിൽ മാഹിയിലെ മഴക്കണക്ക് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് നോക്കൂ, 1608.4 മില്ലിമീറ്റർ ആണ് ഇത്തവണ മഴ ലഭിച്ചത്. പക്ഷേ ലഭിക്കേണ്ടിയിരുന്ന മഴ അത് എത്രയാണെന്ന് കൂടി അറിയണം. 1314.8 മില്ലിമീറ്റർ ആണ് ലഭിക്കേണ്ടിയിരുന്ന മഴ. അതായത് 22% ഇത്തവണ നമുക്ക് മാഹിയിൽ അധികമായിട്ട് മഴ ലഭിച്ചിട്ടുണ്ട്. അടുത്തത് കണ്ണൂരിലെ കണക്കാണ്. 1595.5 മില്ലിമീറ്റർ ആണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്ന മഴ കണ്ണൂരിൽ. പക്ഷേ അവിടെ ലഭിക്കേണ്ടിരുന്ന മഴ എന്ന് പറയുന്നത് 1425.9 മില്ലിമീറ്റർ ആണ്. അതായത് 12% മഴ അവിടെ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാസർകോട്ടെ കണക്കാണ്. അവിടെ 1355.6 മില്ലിമീറ്റർ ആണ് ഇത്തവണ കാസർഗോഡ് മഴ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ ലഭിക്കേണ്ടിരുന്ന മഴ എന്ന് പറയുന്നത് 1565.9 മില്ലിമീറ്റർ ആണ്. 13% കുറവ് ഇത്തവണ കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ നോക്കൂ, 1305.2 മില്ലിമീറ്റർ മഴ ഇത്തവണ അവിടെ ലഭിച്ചു. പക്ഷെ അവിടെ കിട്ടേണ്ടിരുന്ന മഴ എന്ന് പറയുന്നത് 1414.3 മില്ലിമീറ്റർ ആണ്. 8% ഇത്തവണ അവിടെ മഴ കുറവാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കോട്ടയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1013.3 മില്ലിമീറ്റർ ആണ് ഇത്തവണ അവിടെ മഴ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ കോട്ടയത്ത് ലഭിക്കേണ്ട മഴ എന്ന് പറയുന്നത് 992.4 മില്ലിമീറ്റർ ആണ്. അതായത് 2% ഇത്തവണ മഴ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ മഴക്കണക്കെന്ന് പറയുന്നത്. ഏറിയും കുറഞ്ഞൊക്കെ മഴ ചില സ്ഥലങ്ങളിൽ കൂടിയും കുറഞ്ഞൊക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാലവർഷമാണ്, അതുകൊണ്ട് കനത്ത ജാഗ്രത അതുപോലെ തന്നെ തുടരുക തന്നെ വേണം.